എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കോൺഫിഡൻറ്റോടെ അതുപോലെ തന്നെ പേടിയില്ലാതെ ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു വണ്ടി റോഡിൽ ഓടിക്കുവാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന്ന് നമ്മൾ വണ്ടി റോഡിൽ ഓടിച്ച് പഠിക്കാൻ പോവുകയാണ്. ഞാൻ റോഡ് നിങ്ങളെ കാണിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ എൻ്റെ ഫുഡ് മൂവ്മെന്റ്, അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററിന്റെ ഒരു മൂവ്മെന്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ പോകുക, അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം കൃത്യമാണ്, ലെഫ്റ്റ് സൈഡിലാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വണ്ടിക്ക് മൂവ്മെന്റ് ആക്കിയതിനു ശേഷം വീണ്ടും ആക്സിലറേറ്റർ കുറച്ച് ക്ലച്ച് ഫുള്ള് ചവിട്ടി അടുത്തൊരു ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ പെട്ടെന്ന് അടുത്തൊരു ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കരുത്. ഓപ്പോസിറ്റ് മറ്റു വാഹനങ്ങൾ വരുന്നില്ല, നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ സേഫ് ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തൊരു ഗിയർ കൊടുത്ത് ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഞാനിത് വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണ്, മറ്റു വാഹനങ്ങൾ ഓപ്പോസിറ്റ് വരുന്നില്ല. വീണ്ടും ഞാൻ ഇതേ ക്ലച്ച് ഫുള്ള് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. ഓക്കെ, ഇപ്പോഴും എന്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്, തേർഡ് ഗിയറിലാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്നിരിക്കുന്ന സൈഡ് മിററിലൂടെ എപ്പോഴും നിങ്ങൾ ബാക്ക് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ലെഫ്റ്റ് സൈഡ് ചേർന്നൊന്ന് പോകുക. അതുപോലെ തന്നെ ബാക്ക് മിററിലൂടെ, അതായത് ഡോറിന്റെ സൈഡിൽ വരുന്ന മിററിലൂടെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സ്ട്രെയിറ്റ് റോഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന്, ഓപ്പോസിറ്റ് മറ്റു വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ വണ്ടിയുടെ വേഗത നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ പുറകിൽ വരുന്ന വാഹനങ്ങൾ കയറിയാണ് പോകുന്നത്, നമ്മൾ മെല്ലെയാണ് പോകുന്നത്, ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോകുന്നത്. ഓക്കെ, ഇനി ഒരു കയറ്റത്തിലേക്ക് നിങ്ങളുടെ വണ്ടി സമീപിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓഫ് ആകാതെ തന്നെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതേ തേർഡിൽ നിന്ന് വീണ്ടും സെക്കൻഡ് ഗിയർ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നുണ്ട്. നമ്മൾ ഇടത്ത് ചേർന്ന് തന്നെ പോകുന്നത് കൊണ്ട് തന്നെ ബൈക്കിൽ വരുന്ന മറ്റു വാഹനങ്ങൾ നമ്മളെ ഒന്നും ശല്യം ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വണ്ടി കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഒരു കയറ്റം മുന്നമേ കണ്ടു, ആ കയറ്റത്തിന് വലി മുട്ടുന്നതിന് മുന്നേ തന്നെ ഗിയർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ വണ്ടി ഓഫ് ആകും എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ വേഗത മാക്സിമം കുറച്ച് ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. മാക്സിമം കുറച്ച് ഓടിച്ചാലുള്ള ഒരു ഗുണം, നിങ്ങൾക്ക് അതനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. വണ്ടി പഠിക്കുന്ന ബിഗിനേഴ്സിനുള്ള ഒരു പ്രശ്നമാണ്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ വേഗത കൂടുമ്പോൾ സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കിട്ടത്തില്ല, പെട്ടെന്ന് വണ്ടി മറ്റൊരു സൈഡിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ ഞാനൊന്ന് ആക്സിലറേറ്റർ കൂട്ടുന്നു, വീണ്ടും ഞാനിതേ ക്ലച്ച് ഫുള്ള് ചവിട്ടി, മറ്റു വണ്ടികളൊന്നുമില്ല, ഇത് ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. ഇനി നിങ്ങൾ വണ്ടിയുടെ വേഗത കൂട്ടുവാൻ ശ്രമിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന അവസരങ്ങളിൽ ഓപ്പോസിറ്റ് മറ്റു വാഹനങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ കുറച്ച് വേഗത കൂട്ടി ഓടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയാലും നിങ്ങൾക്ക് ദോഷമില്ലാതെ വണ്ടി കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവിങ്ങിന് കോൺഫിഡന്റ് ഉണ്ടാകാൻ, നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യുവാനായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെ കൂടെ മെച്ചപ്പെടുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വണ്ടിയുടെ വേഗത കുറച്ച് നിങ്ങൾ ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വേഗത കുറച്ച് ഓടിച്ചാലുള്ള ഒരു ഗുണം, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ലെഫ്റ്റ് സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം വണ്ടി തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഇനി നിങ്ങൾ അടുത്തൊരു ഗിയർ കൊടുക്കണം. ഇപ്പൊ സ്ട്രെയിറ്റ് റോഡാണ്, അടുത്തൊരു ഗിയർ കൊടുക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റു വാഹനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ ഇതേ ക്ലച്ച് ഫുള്ള് ചവിട്ടി വീണ്ടും ഫോർത്ത് ഗിയർ അങ്ങ് കൊടുത്തു. വീണ്ടും മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഇപ്പോൾ ഓൾറെഡി വണ്ടി റണ്ണിങ്ങിലാണ്. ഓക്കെ, ഇപ്പൊ എന്റെ കാല് മെല്ലെ ബ്രേക്കിലുണ്ട്. നമ്മളൊരു ഇറക്കത്ത് റൺ ചെയ്തു പോകുന്ന അവസരങ്ങളിൽ നമ്മളുടെ കാല് ചെറുതായിട്ടൊന്ന് ബ്രേക്കിൽ ഉണ്ടാവണം. നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ ചിലപ്പോൾ ആൾക്കാർ നടന്നു പോകുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ മുന്നിലായിട്ട് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവാം. ആ വാഹനങ്ങൾ പെട്ടെന്നായിരിക്കും റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചിരിക്കുക. ആ വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് പാർക്ക് ചെയ്തത്, സൈഡിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, അവര് പെട്ടെന്ന് റോഡിലേക്ക് വരത്തില്ല എന്നുള്ള ചിന്തയിൽ നിങ്ങൾ വണ്ടി ഓടിക്കരുത്. അവർ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓടിച്ചാലുള്ള ഒരു ഗുണം, പെട്ടെന്ന് ഒരു വണ്ടി മുൻപിലേക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. വണ്ടി വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റോഡിൽ ലെഫ്റ്റ് സൈഡിൽ നടന്നു പോകുന്ന ആൾക്കാരെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം.
അവർ ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മുന്നിൽ അങ്ങനെയുള്ള ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഹോൺ ചെയ്ത് കൊടുക്കുക. നടന്നു പോകുന്ന ആൾക്ക് വണ്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത വരികയും ആൾ മാറുകയും ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ തൊട്ടടുത്ത് പോയി ഹോൺ ചെയ്യുവാൻ പാടില്ല. നിങ്ങൾ കുറച്ച് പുറകിൽ തന്നെ ഹോൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. ഓക്കെ, ഇപ്പോൾ നിലവിൽ വണ്ടിയുടെ ഗിയർ സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. മറ്റു വാഹനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ക്ലച്ച് ഫുള്ള് ചവിട്ടി വണ്ടിയുടെ ഗിയർ ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോകുന്നത്. മറ്റു വണ്ടികളൊന്നുമില്ല, സ്ട്രെയിറ്റ് റോഡാണ്. ഞാനും ഇതേ ക്ലച്ച് ഫുള്ള് ചവിട്ടി ഫോർത്ത് ഗിയർ അങ്ങ് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മുന്നിൽ ഒരു സൈക്കിൾ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടുന്നേ ചെയ്യേണ്ടത് മെല്ലെ നിങ്ങളുടെ കാലൊന്ന് ബ്രേക്കിൽ വരിക. ഓപ്പോസിറ്റ് മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ റോഡിന്റെ, അതായത് ആ ഒരു സൈക്കിളിനെ ഓവർടേക്ക് ചെയ്ത് നേരത്തെ തന്നെ തുടങ്ങുക. ഒരു കാരണവശാലും അടുത്ത് വന്ന് നിങ്ങൾ തിരിക്കരുത്. വണ്ടി തിരിഞ്ഞു കിട്ടണമെന്നില്ല. കൃത്യമായിട്ടും മുന്നിൽ പോകുന്ന ആളെ വണ്ടി ഇടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ എന്റെ കാല് മെല്ലെ ബ്രേക്കിലുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഇറക്കമാണ് മുന്നോട്ട് ഇറങ്ങി പോകുന്നത്. ഇനി മുന്നിലായിട്ടൊരു പാലം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കാല് മെല്ലെ ബ്രേക്കിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു പാലത്തിനോടൊക്കെ സമീപിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. ഈ അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെ കൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കും. ഇപ്പൊ ഞാൻ ഇത് തേർഡ് ഗിയർ കൊടുത്തു, ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ആ ഇറക്കം ഞാൻ ഫോർത്ത് ഗിയറിലാണ് വന്നത്. വീണ്ടും പാലം കഴിഞ്ഞു, ചെറിയൊരു വളവാണ്. ഞാൻ ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോകുന്നത്. ഓക്കെ, തേർഡ് ഗിയറിൽ വണ്ടി പോകുന്നു. ഇടത്ത് തന്നെ ചേർന്ന് പോവുക. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോക്കോളും. ഓക്കെ, ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിൽ പോകുന്നു. എപ്പോഴും മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇട്ട് ഓടിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. വീണ്ടും മറ്റു വാഹനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ അടുത്തൊരു ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. വീണ്ടും ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടി ഇതേ ഫോർത്ത് ഗിയർ കൊടുത്തു. ക്ലച്ചിൽ നിന്ന് കാലയച്ചു. വീണ്ടും എന്റെ കാല ആക്സിലറേറ്ററിലുണ്ട്. ഓക്കെ, ഞാൻ ഇത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പം എന്റെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ മുന്നിലായിട്ട് ചെറിയൊരു വളവ് വന്നു. ഞാനിത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യുകയാണ്. ഞാനിത് ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുത്തു. ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഈ വളവ് ചേർന്നാണ് തിരിയുന്നത്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് പോകുന്നു. സൈഡിൽ ഒരു വണ്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാറിയാണ് പോകുന്നത്. ഓക്കെ, ഇപ്പൊ തേർഡ് ഗിയറിൽ പോകുന്നു. നിങ്ങളുടെ ടാലന്റ് മനസ്സിലാക്കി നിങ്ങൾ വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെ ആയിട്ട് കുറെ ദൂരം ഓടിക്കേണ്ടതായിട്ട് വരും. നല്ല സ്ട്രെയിറ്റ് റോഡ് വരുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് തേർഡ് ഗിയർ അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ ഇടുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ഓടിക്കുക. അതോടൊപ്പം തന്നെ രാവിലെ തിരക്കില്ലാത്ത സമയത്ത് വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഗിയർ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഒരു കയറ്റമൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ ചെയ്തതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. റോഡിന്റെ ഇടതുവശത്തുകൂടി ആൾക്കാരൊക്കെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു വാഹനം പാർക്ക് ചെയ്തത് പെട്ടെന്ന് റോഡിലേക്ക് കയറി വരുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ മുന്നമേ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓരോ പേജുണ്ട്. പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.